അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഇപ്പം ഇറങ്ങിയിരിക്കുന്ന സിനിമകളിൽ ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കോടികൾ വാരിക്കൂട്ടുന്നു എന്ന് പറയുന്ന ഒരു സിനിമയാണ് കളങ്കാവൽ എന്നിട്ടുള്ള സിനിമ. അപ്പം അതിൻ്റെ ജെന്യൂനായിട്ടുള്ള റിവ്യൂ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ റിവ്യൂ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുകയാണ്, കളങ്കാവൽ മൂവി കണ്ടവരുണ്ടാവില്ല, ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള ജെന്യൂനായിട്ടുള്ള അഭിപ്രായം ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്കതിൽ തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ മൂവിയുടെ കാര്യങ്ങൾ, റിവ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും മുതൽ പറഞ്ഞേക്കുന്ന കാര്യം, മമ്മൂക്കി ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ വിനായകനായിക്കഴിഞ്ഞാലും ഇപ്പോൾ എന്താണ് അതിൽ ചെയ്ത് വെച്ചേക്കുന്നുള്ള രീതിയിൽ, അതായത് അത്രയും സൂപ്പറായിട്ടുള്ള മൂവിയാണ്, കണ്ടേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞ് ക്യൂരിയോസിറ്റി, കാര്യം അതിങ്ങനെ കാണാനുള്ള ക്യൂരിയോസിറ്റി, അതൊരു ത്വര മൂത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ പോയിട്ട് ഈ ഒരു മൂവി കണ്ടേക്കണ കാര്യം. അത്രയും റിസ്ക് എടുത്ത് ആ ഒരു ടൈം സ്പോട്ടിലെത്തി കാര്യം കണ്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, പ്രമോഷൻ വർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നടന്നിട്ടുണ്ടെന്നാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലിപ്പം ഈ പറയുന്നത്ര എന്താ പറയുക, ഇതിപ്പോൾ എൻ്റെ ആയിട്ടുള്ള റിവ്യൂ കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. കാര്യം ഓരോൾക്കും ഓരോ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ എന്തായാലും നല്ലൊരു സിനിമ തന്നെയാണ് എന്ന് കരുതിയിട്ട് നമ്മുടെ മമ്മൂക്കൊക്കെ പണ്ട് തൊട്ടേ നമുക്കറിയാവുന്നതാണ്. കാര്യം ഒരുപാട് നല്ല നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ് അല്ലേ. അപ്പം ആ ഒരു ലെവൽ നോക്കുവാണെങ്കിൽ മമ്മൂക്കയ്ക്ക് അത്രയും കൂടുതൽ എത്തി നിൽക്കാൻ പറ്റിയൊരു സ്പേസ് ഈ സിനിമക്കകത്ത് ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടർ. ഓക്കെ, അതായത് ഒന്ന് എന്താ പറയുക, ഒരു ഡ്രീമിലൊക്കെ നടക്കുന്ന പോലത്തെ സംഭവം, അതാണ് ഇതിൽ വന്നേക്കുന്നത്. പിന്നെ ആക്ടിങ് വൈസ് നോക്കുവാണെങ്കിൽ തീർച്ചയായും കഴിഞ്ഞാലും മമ്മൂക്കേനെ പിന്നെ പറയാൻ ഇല്ല, വിനായകനായിക്കഴിഞ്ഞാലും ഓക്കെ. പക്ഷേ ഇതിലിപ്പോൾ പറഞ്ഞേക്കണ കാര്യം, വിനായകനൊക്കെ എന്താണ് ചെയ്ത് വെച്ചേക്കുന്ന രീതിയിലാണ്, അതിന് മാത്രമൊന്നും ആ സിനിമക്കകത്ത് ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സിനിമ എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ എന്തായാലും ആ സിനിമ വിജയിക്കും. കാര്യം അതിന് വേണ്ട കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ ഒരു സിനിമ നമുക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഒരു സിനിമ മുന്നിലേക്ക് വരുന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ നല്ല രീതിയിൽ ഓക്കെ. പക്ഷേ എന്നാലും ഇത്രയും ഹൈപ്പിൽ കൊണ്ടുവരേണ്ട കാര്യം ഒന്നും എനിക്കതിൽ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ പേര് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം നമ്മളെ തുടരും മൂവിയിൽ ലാലേട്ടൻ്റെ ആ ഒരു സിനിമയെ കുറിച്ച് കുറേ പേര് പറയുന്നത് കണ്ടു. ഓക്കെ, പക്ഷേ 100% ഞാൻ എൻ്റെ നാട്ടിലൊരു റിവ്യൂവിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാണെങ്കിൽ, നമ്മൾ ഈ സിനിമയെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് 100% തുടരും മൂവിയാണ് ബെസ്റ്റ് എന്ന് പറയാൻ എനിക്ക് പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ സോങ്ങിന് സോങ്, ആക്ഷൻ, സ്റ്റോറിക്ക് സ്റ്റോറി എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇപ്പോഴത്തെ നമ്മൾ ഈ കലങ്കാവ് എന്നുള്ള മൂവി ആണെങ്കിൽ ഏകദേശം അതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മമ്മൂട്ടി ആൻഡ് വിനായകൻ. ഓക്കെ, അടിപൊളി. പിന്നെ എന്ന് പറഞ്ഞാൽ 22 നായികമാർ അവരിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വന്നിരുന്നെങ്കിൽ എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചു പോകുന്ന കാര്യം. എങ്കിലാണ് കുറച്ചുകൂടി നമുക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടുക. കാര്യം ഉത്തരം കിട്ടാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ സിനിമക്കകത്തുണ്ട്. ഓക്കെ, അതായത് ക്ലൈമാക്സ് സീനും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു ലെവലിലേക്ക് അതിനെത്തിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ശരിക്കും നമ്മൾ ആ സിനിമ കണ്ട് 1.25 മണിക്കൂർ സിനിമ കണ്ട് ആ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് എത്തുമ്പോൾ ക്ലൈമാക്സ് കുറച്ചുകൂടി എക്സ്പെക്റ്റ് ചെയ്യും. ആ ഒരു എക്സ്പെക്റ്റേഷൻ ലെവലിലേക്ക് ഈ ഒരു ക്ലൈമാക്സിന് എത്തിക്കാൻ വേണ്ടി ഈ സിനിമക്ക് സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതേ കാര്യം ഇപ്പോഴും ഞാൻ പറയുന്നത്, നമ്മൾ ഒരിക്കലും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോകരുത് കേട്ടോ. ഇതിനേക്കാൾ വേഴ്സ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഡയസറ കാണാൻ പോയപ്പോഴുണ്ടായത്. കാര്യം പ്രണവ് മോഹൻലാലിൻ്റെ സിനിമ, കാര്യം പ്രണവ് തൂക്കി കൊല്ലത്തെ ഹിറ്റ് അടിച്ചു എന്നൊക്കെ പറഞ്ഞ് ലഹളമയമാക്കിയിട്ടാണ് ഞങ്ങൾ ആ സിനിമ കാണാൻ വേണ്ടി പോയത്. അതിലും വലിയൊരു എക്സ്പീരിയൻസ് എൻ്റെ പൊന്നും. പ്രണവിൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലെവലാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും അടിപൊളിയായിട്ടുള്ള സാധനം അതിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ സിനിമ 100% ഫ്ലോപ്പാണെന്ന് പറയും. ഓക്കെ, അപ്പം അതുകൊണ്ടല്ല ഈ ഇന്നത്തെ കൂടി നമ്മൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്ത കാര്യം കേട്ടോ. നമ്മളൊരിക്കലും ഈ PR വർക്ക് ഇത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഈ സിനിമകൾ കാണുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് ഹിറ്റ് അടിച്ചു, കോടി ക്ലബ്ബിലെത്തി അങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യം ഇറങ്ങുന്നവർ ഓരോരുത്തരും ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചത്. എന്താണ് അതിൽ കാഴ്ച വെക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമ്മൾ എന്താ പറയുക, പഴയ മമ്മൂക്ക സിനിമയൊക്കെ കണ്ട ഒരാളാണെങ്കിൽ തീർച്ചയായും നമ്മൾ ചോദിച്ചു നോക്കും, ആ സിനിമയിലൊക്കെ മമ്മൂക്ക എന്താണ് അതിൻ്റെ ഒരു 7 അയലത്ത് പോലും വരാൻ ഇതിനകത്ത് ആ ഒരു അത്രയും ഒരു ഇതിൽ വന്നിട്ടില്ല. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റേതായിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ. അപ്പം എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യം ഒരു സോങ്സും കാര്യങ്ങളും പിന്നെ ക്ലൈമാക്സിൽ കുറച്ചുകൂടി കാര്യങ്ങൾ കൊണ്ടുവരാനും അതുപോലെയൊക്കെ സാധിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമുക്ക് ഒരു ഹിറ്റ് ലെവലിലേക്ക് വന്നേനെ. ഇപ്പോഴും പറഞ്ഞ് ആൾക്കാർ ഹിറ്റിലേക്ക് എത്തിക്കുന്നുണ്ട്, അതല്ലാതെ എനിക്കതിലൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞേക്കണത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുകയാണെങ്കിൽ നല്ലതല്ലേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.